ചോദിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള റോബിന്റെ റിയാക്ഷനുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ സ്നേഹ ചോദിക്കുന്നത് ബിഗ് ബോസിന് മുമ്പുള്ള റോബിനും ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ റോബിന്റെ ഈ വീഡിയോയുടെ പാർട്ട് 1ന്റെ ഭാഗം താഴെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നമുക്ക് ഇപ്പോൾ കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയെ പറ്റി ഡോക്ടർ പറയുന്ന വർത്തമാനമാണ് ഇനിയും കേൾക്കുന്നത്. ഡോക്ടർ പറയുന്നത് 50-60 പേര് ചാനലുകാരിരുന്ന് കുത്തിയിരുന്ന് ഒരാളെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും ആ പുള്ളി നെഗറ്റീവ് ആവുകയും ബാക്കി എല്ലാവരും അതെടുത്തിട്ട് ട്രോളുകയും ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു രീതി. ഒരു 10-50-70 ചാനൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ഒരാളെ ഡീഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യാം? ഡീഗ്രേഡ് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഒരാളിപ്പോൾ എന്ന് പറയണം അയാളെ ട്രോൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ് ഒരു കാര്യം മാത്രം എടുത്ത് വെച്ച് കാണിക്കുന്നു. അതൊരു 50 ചാനൽ പറഞ്ഞാൽ ഇത് കാണിക്കുന്ന ചാനൽ ആൾക്കാർ വിചാരിക്കും ഓ ഇതിലെന്തോ സത്യമുണ്ട് അല്ല, അങ്ങനെയല്ലേ? എന്നാൽ മെയിൻ സ്ട്രീം ചാനലുകളിലാണ് സാധാരണ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. അങ്ങനെയുള്ള ഒരു ചാനലിൽ തന്നെ പറ്റിയുള്ള വാർത്തകളോ ഗോസിപ്പുകളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ലെന്നും താൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് പറയുന്നത്. പിന്നെ എന്നെ പറ്റി എന്തെങ്കിലും അലിഗേഷൻസോ അല്ലെങ്കിൽ അതോ ഇതെന്നൊക്കെ പറയാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ മെയിൻ സ്ട്രീം ചാനൽസിൽ? അങ്ങനെയുള്ള ക്രിമിനൽ ക്രൈംസ് ഒന്നും ഞാൻ ഇന്നിവരെ ചെയ്തിട്ടില്ല അല്ലേ? അപ്പം അതിൽ നിന്ന് തന്നെ ആൾക്കാർ മനസ്സിലാക്കും ഗോസിപ്പും പിന്നെ എന്റർടൈൻമെന്റും പിന്നെ ഇതേപോലെ എന്താ പറയുക എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പേസും മാത്രം ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്നത് കുറച്ച് റിലാക്സിന് വേണ്ടിയും കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ യൂസ് ചെയ്യുന്നതുമായ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ആരെയുമൊക്കെ കുറച്ച് പേര് വിചാരിച്ചാൽ ആരെയും ചീത്തയാക്കാനും നന്നാക്കാനും കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ലേഖിയയുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോള് കാണിച്ചുകൊണ്ടാണ് നിവിൻ പോളി റോബിനെ കൂട്ട് അലറി വിളിച്ച് സംസാരിക്കുന്ന ഒരു പുതിയ ഫിലിമിൻ്റെ ട്രോള് ലേഖിയ കാണിക്കുന്നുണ്ട്. അത് കാണിച്ചിട്ടാണ് ചോദിച്ചത് ഇങ്ങനെ ആദ്യകാലത്ത് അലറി വിളിക്കുമായിരുന്നല്ലോ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ റോബിൻ പറയുന്ന മറുപടിയാണ് ഇനി ഈ കാണിക്കാൻ പോകുന്നത്. ഈ ട്രോള് ഞാനെടുത്ത് സ്റ്റോറി ഇട്ടു. അത് ഞാൻ ഹെൽത്തി ട്രോൾസ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യും? ജസ്റ്റ് സ്റ്റോറി ആയിട്ടൊക്കെ ഇടും. അത് പലരും വിചാരിക്കും, പലരും പറയും അതിനെ ട്രോൾ ചെയ്തല്ലേ എന്തിനെ എടുത്തിടുന്നത്. ഓഫീസിൽ എന്റർടൈൻമെന്റ് മനസ്സിലായില്ലേ? നമ്മളൊക്കെ ചില ഹെൽത്തി ട്രോൾസ് ഒക്കെ ഞാൻ എൻജോയ് ചെയ്യാൻ എടുത്ത് ഇടും. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇത് കണ്ടുപിടിച്ചാണ്. അപ്പൊ അതിൽ ഏറ്റവും എല്ലാവർക്കും തിയേറ്ററിൽ പോലും ആവേശം കൊടുത്തൊരു സീനാണ്. അതാണ് നിവിൻപോളി അത് സിനിമയ്ക്കകത്ത് ചെയ്യുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും അത് ആവേശത്തോടെ ആയിരിക്കും. നമ്മളത് കുറച്ചൊക്കെ പബ്ലിക്കലി വന്നിരുന്ന് ചെയ്തപ്പോഴത്തേക്ക് അതാ പറഞ്ഞ രണ്ട് രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡോക്ടർ പറയുന്നത് താൻ നിശബ്ദനായിരുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും താൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ താൻ ഇങ്ങനെ അലറ വിളിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞ് തന്നെ കാത്തിരുന്ന് തന്നെ ഇത്രയും പ്രതീക്ഷയോട് രാവിലെ മുതൽ നിൽക്കുന്ന അവരുടെ മുമ്പിലേക്ക് താൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായി ഉറക്കം തൂങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ആളിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തത് എന്ന്. ചില സമയം ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഇൻട്രോവേർട്ടായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന ഒരാള് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് കാണുന്നു. പെട്ടെന്ന് ഒരു ക്രൗഡിലേക്ക് പോകുമ്പോൾ കുറേ പേര് 500-1000 പേര് രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അതിൽ കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അതിന് സ്നേഹം കൊണ്ടാവും നിൽക്കുന്നത്. അവരെന്നെ കാണുമ്പോൾ അത്രയും ലൗഡായിട്ട് ഇത്രയും ബഹളത്തിൽ കാണുമ്പോൾ ഞാൻ അവിടെ ഉറക്കം തൂങ്ങിയ പോലെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവനെന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ചിന്തിക്കും. അത് കാണുമ്പോൾ നമ്മൾ ലൗഡോട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലായില്ല? എപ്പോഴെങ്കിലും താൻ ഈ അലറി വിളിക്കുന്നത് അവർക്കൊന്നും ഒരു ഡിസ്റ്റർബ് ആവുന്നില്ല. ഇത് എന്നെ ഈ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർക്കും ഡിസ്റ്റർബ് ആവുന്നില്ല. ഇതൊന്നും അവർക്കൊന്നും ഒരു ഡിസ്റ്റർബ് ആവുന്നില്ലെന്നും പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നവർക്കാണ് താൻ ഇങ്ങനെ അലറി വിളിക്കുന്നു എന്ന കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനോഗ്രേഷൻ ചെയ്ത അത്രയും ഒരു 10, 100, 120 ഇനോഗ്രേഷൻ ചെയ്തു. അതിൽ ആകെ ഒരു 10, 12, 15 സ്ഥലത്ത് മാത്രമേ ഇത്രയും ലൗഡായിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇത്രയും ലൗഡായിട്ടില്ല. അത് ഈ പറഞ്ഞ ഇനോഗ്രേഷൻ ചെയ്ത ആൾക്കാർക്കാണെങ്കിലും അവിടെയുള്ള ഓഡിയൻസിനാണെങ്കിലും അവിടെ ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇതൊന്നും ഇഷ്യൂ ഇല്ല. ഇത് ഈ വീഡിയോയിൽ വരുമ്പോഴാണ്. അല്ലെങ്കിൽ തന്നെ താനൊരു 100-100 ചില്ലാനം ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതിൽ 10-15 എണ്ണത്തിൽ മാത്രമാണ് താൻ ഇങ്ങനെ അലറിയിട്ടുള്ളതെന്നും അതിലും ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് അനാവശ്യമായി തൻ്റെ കയ്യിൽ നിന്ന് വിട്ട് താൻ അലറിപ്പോയതെന്നും ആലുവായിലെ കോളേജിൽ വെച്ച് നടന്ന സംഭവത്തിന് ഡോക്ടർ പിന്നീട് അവരെ വിളിച്ച് തന്നെ അതിന് മാപ്പ് പറഞ്ഞിരുന്നുവെന്നും മീഡിയയെ എല്ലാം വിളിച്ച് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നുവെന്നും ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഡോക്ടർ പറയുന്നുണ്ട്. അജിൻ വർഗീസ് നടത്തിയ ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യം ഡോക്ടർ ഈ ഇന്റർവ്യൂവിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം റാന്നിയിൽ വെച്ച് നടത്തിയ ആ ഫംഗ്ഷനിൽ അജിൻ വർഗീസ് ഉള്ളപ്പോൾ ഡോക്ടർ അലർജി വിളിച്ചിരുന്നുവെന്നും അതിനകത്ത് നിനക്ക് എന്തോരും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ഡോക്ടർ ഇപ്പോൾ അജിൻ വർഗീസിനോട് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നും പറഞ്ഞിരുന്നുവെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ഈ അജിൻ വർഗീസ് തന്നെയാണ് അലർന്ന കാര്യം ഇതിനു മുമ്പ് ഡോക്ടർക്കെതിരെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചിരുന്നത്.
അതിനെ ഊന്നി തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ ഈ സംസാരിച്ചിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ചോദിച്ചു, നീ ആ സ്ഥലത്ത് റാന്നിയിൽ വന്ന് നീ എക്സ്പീരിയൻസ്, അപ്പൊ നിനക്ക് ഇല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് നിനക്ക് പ്രശ്നം? എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പ്രശ്നമില്ല. കാരണം ആ സമയത്ത് ഒരു ഓളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം പോകുന്നത്. മനസ്സിലായില്ല. ഇപ്പൊ ഈ വർഷം എന്നെ പറ്റി അധികം ട്രോൾസ് ഇല്ല. എന്തുകൊണ്ടില്ലാത്ത? ഇനിയാണ് നമ്മൾ കാത്തിരുന്ന മാതിരി പതുക്കെ ഇതിനകത്ത് മെയിനായിട്ടുള്ള സംഗതിയിലേക്ക് ഡോക്ടർ കടക്കുന്നത്. കാരണം തനിക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോൾ താൻ സൈലന്റ് ആയത് കാരണം തനിക്ക് ഈ കഴിഞ്ഞ വർഷം വളരെ കുറച്ച് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. ആ പറയുന്ന സീനാണ് ഈ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെടിക്കെട്ട് കണക്കായിരുന്നു ട്രോൾസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇയർ എൻഡിങ് ട്രോൾസിൽ എല്ലാത്തിലും ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം കണ്ടന്റും അത്രമാത്രം ആൾക്കാർ ഡിഗ്രേഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അധികം ഇല്ല. വേറെ പലരുടെയും പിറകിലാണ് ഇപ്പോൾ ആൾക്കാർ പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ ട്രെൻഡിനനുസരിച്ച് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ ഫേസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡോക്ടർക്ക് ഇപ്പോൾ സൈബർ അറ്റാക്ക് നേരിടുന്നില്ലെങ്കിലും വേറെ പലരുടെയും പുറകിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഒരു മുന വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതാരാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഡോക്ടർ നേരെ സായിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് ഡോക്ടറുടെ ഈ ഉത്തരത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനനുസരിച്ച് തന്നെ ലേഖിയ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഡോക്ടറോട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആ സീസണിൽ ബിഗ് ബോസിൽ നിന്ന സമയത്ത് എനിക്കൊന്ന് പുറത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന സീക്രട്ട് ഏജന്റ് ആയിരിക്കും. ഇത് അതേ സീക്രട്ട് ഏജന്റ് ഈ സീസണിൽ ചെന്നപ്പോഴത്തേന് റോബിനും അതേപോലെ ഒരു വീഡിയോയിലൊക്കെ വന്നു. അതായത് കഴിഞ്ഞ വർഷം ഡോക്ടർ അകത്തുണ്ടായിരുന്ന സമയത്ത് ഡോക്ടറെ കുറിച്ച് ഏറ്റവും വലുതായിട്ട് നെഗറ്റീവ് പറഞ്ഞിരുന്നതും ഡിഗ്രേഡ് ചെയ്തിരുന്നതും സായി ആയിരുന്നുവെന്നും കാറിലിരുന്ന്. അതേമാതിരി തന്നെ ഈ പ്രാവശ്യം സായി അകത്ത് പോയിരുന്ന സമയത്ത് ഡോക്ടർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നും ലേഖിയെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നതാണ് ഇനിയുള്ള മറുപടി. അത് ഞാൻ ഒരുപാടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ചെയ്തെന്നുള്ളൂ. എനിക്കത് കണ്ടപ്പോൾ എന്ത് ചെയ്തു പറയാം, ഒറ്റ വീഡിയോ ഞാൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാറിനകത്തിരുന്ന് സെയിം കാറിനകത്തിരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ടിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊക്കെ പക്ഷേ എന്നാലും എനിക്കിപ്പോൾ ഞാൻ കാണുമ്പോൾ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എന്താ പറയുക, പറഞ്ഞ ഡീഗ്രേഡിങ് അനുഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, പുള്ളിക്കാനെ വിടുക. മനസ്സിലായില്ല? ആരെയും സൈബർ അറ്റാക്ക് ചെയ്യേണ്ട. ഇത് ഞാൻ ഈ പറഞ്ഞ സീക്രട്ട് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും അല്ല. മനസ്സിലായി? പുള്ളിക്കാരൻ ഇപ്പോൾ റീസെന്റ് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാറ് പോലും ഇല്ല. പക്ഷെ എന്നിരുന്നാലും പുള്ളിക്കാരന് കിട്ടുന്ന ആ ഒരു സൈബർ അറ്റാക്ക് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ട്. ഡോക്ടർ ഇതിൽ പറയുന്നത് താൻ ഒരേ ഒരു വട്ടം മാത്രമേ സീക്രട്ട് ഏജന്റിന് എതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും പുള്ളി തൻ്റെ ഫ്രണ്ടോ വലിയ കമ്പനിയോ ഒന്നും അല്ല എന്നും താൻ ഇപ്പം ഫോൺ വിളിച്ചാൽ എടുക്കാറ് പോലും ഇല്ലെന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെ സൈബർ ബുള്ളിങ് നേരിടുന്നത് കാണുമ്പോൾ തനിക്ക് സങ്കടം തോന്നുന്നുണ്ടെന്നും ഇത് ചെയ്യുന്ന ആരായാലും അതൊന്ന് കുറയ്ക്കണമെന്നുമാണ് ഡോക്ടർ പറയുന്നത്. വേണ്ട, അത് അനുഭവിച്ചിരിക്കാൻ എൻ്റെ വിഷമം അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും ഇത് അറ്റാക്ക് ചെയ്യുന്ന ആരാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കുറച്ച് പുള്ളിക്കാൻ്റെ രീതിയിൽ അങ്ങ് വിടുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആണെന്നൊന്നല്ല പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ചെയ്തതിൻ്റെ ഇത് കാരണം ആയിരിക്കും പുള്ളിക്കാരൻ കിട്ടുന്നത്. പക്ഷെ എന്നിരുന്നാലും വേണ്ട. മനസ്സിലായില്ലേ? ഇപ്പം വേറെ ഒരാളെ നമുക്ക് വിഷമിപ്പിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ പർപ്പസിൽ വിഷമിപ്പിക്കുന്ന. ഇപ്പം ഇങ്ങോട്ടൊന്ന് തന്ന് തിരിച്ചു കൊടുക്കുന്ന കണക്കല്ല നമ്മളിപ്പോൾ വെറുതെ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന കണക്ക്. മനസ്സിലായി? എന്നിരുന്നാലും ഡോക്ടർ പറയുന്നുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നതും തനിക്ക് എതിരെ വീഡിയോകൾ ചെയ്തിരുന്നതും സീക്രട്ട് ഏജന്റ് ആണെന്ന് ഡോക്ടർ എടുത്തു പറയുന്നുണ്ട്. ആർക്കും എതിരെ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തരുത് എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും അത് ശരിക്കും നേരിട്ടൊരു വ്യക്തിയാണ് താനെന്നും അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെ തോന്നുന്നതെന്നും ഡോക്ടർ പറയുന്നു. അല്ലാതെ തൻ്റെ ഫ്രണ്ടായിട്ടോ തൻ്റെ വലിയ ക്ലോസ് ആയിട്ടോ ഉള്ള ആളൊന്നുമല്ല സീക്രട്ട് ഏജന്റ് എന്നും ഡോക്ടർ പറയുന്നുണ്ട്. അപ്പം അത് ആ ഒരു വ്യക്തിനെ മാത്രമല്ല, ആരെയാണെങ്കിൽ സൈബർ അറ്റാക്കോ സൈബർ ബുള്ളിങ്ങോ ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് വിഷമമാണ്. ഞാൻ ഇപ്പം സീക്രട്ട് ഏജന്റ് എന്ന് മാത്രമല്ല, ആരെയും എന്ത് ചെയ്യണ്ട, സൈബർ അറ്റാക്ക് ചെയ്യേണ്ട. എല്ലാവരും അവരവരുടേതായിട്ട് ലൈഫുണ്ട്. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുക, അല്ലേ? എല്ലാവരും ലൈഫിൽ എവിടെയെങ്കിലും എത്താനോ അല്ലെങ്കിൽ എന്ത്. അപ്പോൾ ഡോക്ടർ ഈ പറയുന്നത് എല്ലാവരും ജീവിതത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതിനിടയ്ക്ക് ഒരാളെ വെറുതെ എന്തിനാ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുമാണ്. എന്നാൽ അന്നേരവും ഡോക്ടർ എടുത്ത് പിന്നെയും പറയുന്നുണ്ട്. ആ സീന് നമുക്ക് ഇപ്പം കാണാം. ഒരാളിനെ വിഷമിപ്പിക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്നെ പറ്റി ഒരുപാട് നെഗറ്റീവ് വീഡിയോസും ഒരുപാട് കാര്യം എന്നെ ക്രിറ്റിസൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ഇരുന്നിട്ട് പുള്ളിക്കാനെ ഒന്ന് പറയേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. കാരണം എനിക്കത് കണ്ടപ്പോൾ വിഷമം തോന്നി. പുള്ളിക്കാനെ മാത്രമല്ല, ഇനി ആരെയും എന്ത് ചെയ്യേണ്ട, അത് ചെയ്യേണ്ട. കാരണം അത് നമുക്ക് കിട്ടുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. സൈബർ അറ്റാക്ക് ചെയ്തതും തന്നെ ഏറ്റവും കൂടുതൽ കുരിശി കയറ്റിരുന്നതെന്നും വീണ്ടും ഡോക്ടർ
പറയുന്നുണ്ട്. താൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ തനിക്ക് നേരിട്ട ആ സൈബർ ബുള്ളിങ് എത്രത്തോളം ആയിരുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നത് ഇപ്പോൾ ഇതിനെതിരെ നിയമം വരുന്നുണ്ട്, അടുത്ത കാലത്ത് തന്നെ അത് പ്രാബല്യത്തിലാവും, ഇത് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു എന്നാണ്. ഈ ചർച്ചയുടെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ച് ലേഖിക ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ ചർച്ച ചെയ്യുന്നുണ്ട്, ആരതിപ്പൊടിയും ഡോക്ടറുമായിട്ട് പിരിഞ്ഞോ, എന്നാ കല്യാണം, ഇതിനെപ്പറ്റിയൊക്കെയാണ് ജനങ്ങൾക്ക് അറിയാനുള്ള കൂടുതൽ ആകാംക്ഷ എന്ന് ലേഖിക ചോദിക്കുമ്പോൾ വേണ്ട എൻ്റെ ഒപ്പം അപ്പുറം ഇരിപ്പില്ലേ, അങ്ങനെ പലരും പലതും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളാരേലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഇല്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞ് ലേഖികയുടെ ഈ ഉടക്ക ചോദ്യത്തിനെ ഡോക്ടർ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഇവിടെ ആരതി ഇരിപ്പുണ്ട്, ആ ഡൗട്ട് തീർന്നല്ലോ. അപ്പോൾ ഈ വീഡിയോയുടെ ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടെ ബാക്കിയുണ്ട്, അത് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.